എയ്സാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അതുമായി ബന്ധപ്പെട്ട് PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. നമുക്കറിയാം, ഗാന്ധിജിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരിക്കുക, ബ്രിട്ടീഷുകാരോട് ഒരു നിസ്സഹകരണ മനോഭാവം പുലർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. നിസ്സഹകരണ പ്രസ്ഥാനം 1920 മുതൽ 22 വരെയാണ് നീണ്ടുനിന്നത്. ചൗരി ചൗര സംഭവത്തോടെയാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സമരമാണെന്ന് ഓർക്കുക. ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി എന്ന് ഓർത്താൽ 1916 ബനാറസ് കോളേജിലെ പരിപാടിയാണ്. ഗാന്ധിജിയും INCയും നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്ന് ചോദിച്ചാൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഗാന്ധിജിയുടെയും നേതൃത്വം നടന്ന ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ INCയും മഹാത്മാഗാന്ധിയും നേതൃത്വം നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. എന്തൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഇടയാക്കിയ കാരണങ്ങൾ? പെട്ടെന്നൊരു നിസ്സഹകരണ സമരം ഉണ്ടാവില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? നിസ്സഹകരണ സമരത്തിന് ഇടയാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഇതിൽ ഈ നിസ്സഹകരണ സമരത്തിലേക്ക് ഇടയാക്കിയ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് റൗലറ്റ് നിയമമാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ശക്തിയാർജിച്ച ഇന്ത്യൻ ദേശീയ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷുകാർ റൗലറ്റ് നിയമം നടപ്പിലാക്കി. ഇത് പൗരാവകാശങ്ങളൊക്കെ തടയുന്ന ഒരു നിയമമായിരുന്നു. കരി നിയമം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രതിഷേധമാണ് രാജ്യത്തുണ്ടായത്. മറ്റൊരു സവിശേഷത, ഈ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു കൂട്ടക്കൊലയായിരുന്നു ജാലിയാൻവാലാ ബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 ഈ ജാലിയാൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്നു. അപ്പോൾ ഇതും ഈ നിസ്സഹകരണ സമരത്തിനിടയാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഭവം. മറ്റൊന്ന്, ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ച തുർക്കിയിലെ ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ഖിലാഫത്ത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് ഓർക്കുക. ഇനി എന്തൊക്കെയാണ് ഈ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCERTയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായൊരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. അപ്പോൾ ഒന്നാമത്തെ SCERTയിൽ പറയുന്ന ഒരു പോയിൻ്റാണ് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് INC മാത്രമല്ല, ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായൊരു നിസ്സഹകരണ സമരമാണ് ആരംഭിച്ചത്. അക്രമരഹിതമായ. അപ്പോൾ INCയും ഖിലാഫത്ത് കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ഈ സമരം നടത്തിയത്. അപ്പോൾ ഗാന്ധിജിയുടെ ലക്ഷ്യം എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഒരു ബഹുജന സമരമുഖം തുറക്കുക എന്നായിരുന്നു ഗാന്ധിജി ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഗാന്ധിജി ബഹുജന സമരം. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംയുക്തമായിട്ടാണ് നിസ്സഹകരണ സമരം ആരംഭിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് റൗലറ്റ് നിയമം എന്നോർക്കുക, മറ്റൊന്ന് ജാലിയാൻവാലാ ബാഗ് കൂട്ടക്കൊല, മറ്റൊന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് SCERTയിൽ ഈ നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ എന്ന് പറഞ്ഞുകൊണ്ട് പാഠപുസ്തകത്തിൽ പറയുന്ന ബുള്ളറ്റുകളുണ്ട്. ഈ ബുള്ളറ്റുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ ചുവടെക്കൊടുത്ത നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തെറ്റായത് എന്നുള്ള പോയിന്റുകൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ SCERT പോയിന്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും സെറ്റാക്കണം. നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ ഒന്നാമത്തെ ടെസ്റ്റിൽ പറയുന്ന ഒന്നാമത്തെ ബുള്ളറ്റ് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക. അവർ എന്തൊക്കെ പദവികൾ ഇന്ത്യക്കാർക്ക് അതെല്ലാം അവർക്ക് തന്നെ തിരിച്ചു നൽകുക. മറ്റൊന്ന്, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിലുള്ള ഈ സർക്കാർ ഉദ്യോഗങ്ങളെല്ലാം രാജിവെക്കണമെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, മൂന്നാമത്തെ ടെസ്റ്റിൽ പറയുന്നത് അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. ഇന്ത്യക്കാരായ അഭിഭാഷകരൊന്നും കോടതി ബഹിഷ്കരിക്കണം. മറ്റൊന്ന്, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ബഹിഷ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക
അപ്പോൾ അതിന് പകരം സ്വദേശി വിദ്യാലയങ്ങളിൽ പോവുക, ബ്രിട്ടീഷുകാരുടെ എങ്കിലും പാശ്ചാത്യ വിദ്യാഭ്യാസ സ്കൂളുകളിൽ നിന്ന് പോവുക. അപ്പോൾ അതിന് പകരം നമ്മുടെ സ്കൂളുകൾ അതിന് പ്രൊമോട്ട് ചെയ്യുക. മറ്റൊന്ന്, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. വിദേശ പ്രൊഡക്റ്റുകൾ ഒന്നും നമ്മൾ വാങ്ങുക, അതിലൂടെ അവർക്കൊരു നികുതി ലാഭം ഉണ്ടാക്കാൻ ഒരു സാഹചര്യം സമയം. അപ്പോൾ വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. മറ്റൊന്ന്, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. അപ്പോൾ ടെസ്റ്റിൽ പറയുന്ന ബുള്ളറ്റുകളാണ് നമ്മൾ പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ഒരു തലത്തിൽ എന്ത് ചെയ്യുക, അത് രാജിവെക്കുക എന്നോർക്കുക. അതുപോലെ തന്നെ അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. ഇതൊക്കെയായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ എന്ന് പറയുന്നത്. പിന്നീട് മറ്റുള്ള കാര്യങ്ങളിൽ മറ്റൊന്ന്, സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക. ഹിന്ദു മുസ്ലിം ഐക്യം, അതുപോലെ തന്നെ അങ്ങനെ സാമുദായിക സൗഹാർദ്ദം എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ സ്വദേശി ഉൽപ്പന്നങ്ങൾ, വസ്തുക്കൾ ഉപയോഗിക്കുക. അപ്പോൾ സ്വദേശി വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. നമ്മുടെ സ്കൂളുകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പകരം ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു ഈ നിസ്സഹകരണ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അജണ്ടകൾ എന്ന് ഓർക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കും, നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചുവടെ കൊടുത്തവയിൽ ശരിയായതേത്, തെറ്റായത്, അതിൻ്റെ സമരരീതികൾ തെറ്റായതേതെന്നുള്ള ചോദ്യങ്ങൾ SCERT പോയിൻ്റ് വെച്ച് ബുള്ളറ്റ് PSC എക്സാമിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സമരരീതികൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നു. ഒന്ന്, ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. മറ്റൊന്ന്, സർക്കാർ ജോലി, ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിലുള്ള സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക. അഭിഭാഷകർ കോടതികൾ ഒരു തരത്തിലും പോകാൻ പാടില്ല. നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അവരുടെ ഉൽപ്പന്നങ്ങളോ പ്രൊഡക്റ്റോ ഒന്നും വാങ്ങാൻ പാടില്ല. ഇതിന് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, അത് വാങ്ങുക. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അത് എന്ത് ചെയ്യുക, ചെറുകിട കച്ചവടക്കാർ ആ തരത്തിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതികൾ നോക്കുക. പിന്നീട് ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ ബഹിഷ്കരിക്കുക. അതിന് പകരം നമ്മുടെ സ്വദേശി വിദ്യാലയങ്ങൾ അതിന് പകരം എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. ഇതൊക്കെയായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ എന്നോർക്കുക. നിസ്സഹകരണ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട SCERT പറയുന്ന പ്രധാനപ്പെട്ട സമര രീതികൾ എന്നോർക്കുക. ഇനി SCERT പറയുന്നു, ദേശീയ തലത്തിൽ അക്കാലത്ത് നിസ്സഹകരണ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച വിദ്യാലയങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കാം. ഒന്ന്, ബനാറസിലെ കാശി വിദ്യാപീഠം. അപ്പോൾ ഒന്ന് ബനാറസിലെ കാശി വിദ്യാപീഠം. മറ്റൊന്ന് ഗുജറാത്ത് വിദ്യാപീഠം. അപ്പോൾ ഒന്ന് ബനാറസിലെ കാശി വിദ്യാപീഠം, മറ്റൊന്ന് ഗുജറാത്ത് വിദ്യാപീഠം. അതുപോലെ തന്നെ അലിഗഡിലെ ജാമിയ മില്ലിയ. അപ്പോൾ ആദ്യം ജാമിയ മില്ലിയ അലിഗഡിലായിരുന്നു, പിന്നീട് ഡൽഹിയിലേക്ക് ഇത് ഷിഫ്റ്റ് മാറ്റുകയായിരുന്നു. മറ്റൊന്ന് ബീഹാർ വിദ്യാപീഠം. അപ്പോൾ ബീഹാർ വിദ്യാപീഠം അക്കാലത്ത് ദേശീയ തലത്തിൽ ആരംഭിച്ച വിദ്യാലയങ്ങളാണ്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പിന്തുണ ചെയ്തുകൊണ്ട് ആരംഭിച്ച വിദ്യാലയം. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ, ബീഹാർ വിദ്യാപീഠം അക്കാലത്ത് ആരംഭിച്ച, ദേശീയ തലത്തിൽ ആരംഭിച്ച വിദ്യാലയങ്ങളാണെന്ന് ഓർക്കുക. ഇനി ഈ സമരത്തിൽ എല്ലാ വിഭാഗം ധാരാളം കർഷകരടക്കം ഈ സമരത്തിൽ എന്ത് ചെയ്തു, ഇതിൻ്റെ ഭാഗമായി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ സ്ഥാപിച്ചു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അന്ന് കർഷകരെ അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം അവധ് കിസാൻ സഭ, അപ്പോൾ ഇവിടെ SCERTയിലുള്ള പോയിൻ്റാണ്, അവധ് കിസാൻ സഭ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ അത് നെഹ്റുവാണ്. അപ്പോൾ അവധ് കിസാൻ സഭയ്ക്ക് രൂപം നൽകിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർക്കുക. ഇനി ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനായി ഗാന്ധിജി സ്വരാജ് ഫണ്ട് സ്ഥാപിച്ചു. അപ്പോൾ ഇതിന് ഒരുപാട് ചെലവുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വരാജ് ഫണ്ട് സ്ഥാപിച്ചു എന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ പിരിച്ചെടുക്കണമെന്നായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. 1 കോടി രൂപ. അപ്പോൾ അത് 6 മാസത്തിനുള്ളിൽ തന്നെ 1 കോടി രൂപ എല്ലാ ജനവിഭാഗങ്ങളും ഇതിൽ ഫണ്ടിൽ എന്ത് ചെയ്തു, അണിനിരുന്നത് കൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ ഈ 1 കോടി രൂപ കളക്ട് ചെയ്യാൻ അന്ന് സാധിച്ചു എന്നുള്ളതാണ്. ഈ ബാലഗംഗാധര തിലകൻ്റെ ഓർമ്മയ്ക്കായി ഇത് തിലക് സ്വരാജ് ഫണ്ട് എന്നാണ് ഈ സ്വരാജ് ഫണ്ടിന് നൽകിയ പേര്. അപ്പോൾ അദ്ദേഹം 1920 മരണപ്പെട്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, സ്വരാജൻ്റെ ജന്മാവകാശമാണ്
അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കി ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പേര് നൽകിയാണ് ഈ പേര് തന്നെയാണ് ഈ ഫണ്ട് നൽകിയത്. അതാണ് തിലക് സ്വരാജ് ഫണ്ട് എന്ന പേരാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ തിലക് സ്വരാജ് ഫണ്ടാണെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരിക്കൽ പൊടിക്ക് പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനായി ഗാന്ധിജി സ്വരാജ് ഫണ്ട് സ്ഥാപിച്ചു എന്ന് ഓർക്കുക. 1 കോടി രൂപ കളക്ട് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ 6 മാസത്തിൽ തന്നെ എല്ലാ ജനവിഭാഗങ്ങളും അണിനിരന്നത് കൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ ഈ 6 കോടി രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് ബാലഗംഗാധര തിലകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് നൽകിയത്. തിലക് സ്വരാജ് ഫണ്ട് എന്നാണ് പേര് നൽകിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ, അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കളാണ് ഒന്ന് CR ദാസ്. അപ്പോൾ ഒന്ന് CR ദാസ്, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു. അപ്പോൾ CR ദാസ്, മോത്തിലാൽ നെഹ്റു, അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ്, ഇവരാണ് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയവർ എന്ന് ചോദിച്ചാൽ CR ദാസ്, മോത്തിലാൽ നെഹ്റു, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് ഓർക്കുക. ഇനി നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി അറസ്റ്റിലായ 2 വനിതകളുണ്ട്. ഒന്ന് ബാസന്തി ദേവി. അപ്പോൾ ഒന്ന് ബാസന്തി ദേവി എന്ന് ഓർക്കുക, മറ്റൊന്ന് ഊർമിള ദേവി. അപ്പോൾ അറസ്റ്റിലായ 2 വനിതകൾ എന്ന് ചോദിച്ചാൽ ഒന്ന് ബാസന്തി ദേവി, ഊർമിള ദേവി എന്ന് ഓർക്കുക. തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയവർ CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അറസ്റ്റിലായ വനിതകൾ എന്ന് ചോദിച്ചാൽ ഒന്ന് ബാസന്തി ദേവിയും മറ്റൊന്ന് ഊർമിള ദേവിയുമാണെന്ന് ഓർക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം എന്ന് ചോദിച്ചാൽ 1920 കൊൽക്കത്തയിലെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ്. 1920 കൊൽക്കത്തയിലെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ലാലാ ലജ്പത് റായ്. പക്ഷേ ഈ സമ്മേളനത്തിൽ ഇത് പാസ്സാക്കാൻ സാധിച്ചില്ല. CR ദാസിനെ പോലത്തെ മുതിർന്ന നേതാക്കൾ ഇതിനെ എന്ത് ചെയ്തു, ആദ്യഘട്ടത്തിൽ എതിർക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ ഇത് പാസ്സാക്കിയില്ല. ഇനി ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രമേയത്തിന് അംഗീകാരം നൽകിയ INC സമ്മേളനം എന്ന് ചോദിച്ചാൽ 1920 നാഗ്പൂർ സമ്മേളനം എന്ന് ഓർക്കുക. അധ്യക്ഷത വഹിച്ച വ്യക്തി വിജയരാഘവാചാര്യ. അപ്പോൾ 1920 2 INC സമ്മേളനങ്ങളുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ PSC ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന്, ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം എന്ന് ചോദിച്ചാൽ 1920 കൊൽക്കത്തയിലെ പ്രത്യേക സമ്മേളനം. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ലാലാ ലജ്പത് റായ്. അടുത്തൊരു ചോദ്യം ഇവിടെ നിന്ന് വരിക, ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രമേയം പാസ്സാക്കിയ അല്ലെങ്കിൽ അംഗീകാരം നൽകിയ INC സമ്മേളനം എന്ന് ചോദിച്ചാൽ 1920 നാഗ്പൂർ സമ്മേളനം. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി വിജയരാഘവാചാര്യർ. അപ്പോൾ വിജയരാഘവാചാര്യരാണ് ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തത്, അധ്യക്ഷത വഹിച്ച വ്യക്തി എന്ന് ഓർക്കുക. ഇനി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ, അപ്പോൾ ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഇടയാക്കിയ സംഭവം എന്ന് ചോദിച്ചാൽ ചൗരി ചൗര സംഭവമാണ്. അപ്പോൾ 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനിടയാക്കിയത്. അപ്പോൾ ഈ ഗോരഖ്പൂരിലെ ചൗരി ചൗരയിൽ 22 പോലീസുകാരാണ് അന്ന് വെന്തു മരിച്ചത്. അപ്പോൾ ഇതേ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതെന്ന് ചോദിച്ചാൽ 1922 ഫെബ്രുവരി 12. അപ്പോൾ ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് 1922 ഫെബ്രുവരി 12 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. ഇനി നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ സമരം നടന്ന ഒരു പ്രദേശമാണ് ചിരാല പെരാല. PSCRTയിൽ പറയുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ഈ ചിരാല പെരാല. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ചെറു നഗരമായിരുന്നു ചിരാല പെരാല.
ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെൻറ് നീക്കം തുടങ്ങി. അപ്പോൾ ചിരാലാപല എന്ന പ്രദേശത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി സർക്കാർ അവിടുത്തെ നീക്കം നടപടികൾ ആരംഭിച്ചു. ഇത് അവിടുത്തെ നികുതി ഭാരം ഇരട്ടിയാക്കും. അപ്പോൾ ഇത് അവിടുത്തെ നികുതി ഭാരം ഇരട്ടിയാക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ സമരം നടന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കും, ചിരാല പെരാലയുടെ സമരനായകൻ നേതാവ് എന്ന് ചോദിച്ചാൽ അത് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയെയാണെന്ന് ഓർക്കും. അപ്പോൾ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലമാണ് അവർ മറ്റൊരിടത്താണ് അവിടെ താമസിച്ചതെന്ന് ഓർക്കുക. അപ്പോൾ ഈ സമരം വലിയ വിജയം നേടിയൊരു സമരം കൂടിയായിരുന്നു ഈ ചിരാല പെരാല നിസ്സഹകരണ സമരകാലത്ത് നോക്കുക. അപ്പോൾ ചിരാല പെരാലയുടെ സമരനായകൻ നേതാവ് എന്ന് ചോദിച്ചാൽ അത് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയാണ് നോക്കുക. നികുതി നിഷേധ സമരമാണ് നടന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ഈ സമരം നടന്നു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിസ്സഹകരണ സമരവുമായി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.